ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു നമുക്കൊരു ഈവനിങ് വ്ളോഗ് എടുക്കാം. ഇത് ആദ്യമേ ഞാൻ വിചാരിച്ചിരിച്ച കാര്യമൊന്നുമല്ലായിരുന്നു. ഇന്ന് ഞാനിപ്പോൾ ഈ ഉറക്കം എഴുന്നേറ്റപ്പോൾ എനിക്ക് തോന്നി ഒരു ഈവനിങ് വ്ളോഗ് എടുക്കാം, ചുമ്മാ കിടക്കട്ടെ. പ്രത്യേകിച്ച് അങ്ങനെ പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു ഒരു ഈവനിങ് വ്ളോഗ് ആവാമെന്ന്. അപ്പോൾ നീറ്റ് വന്നപ്പോൾ നല്ല പെരാമഴയായിരുന്നു പുറത്ത്. അപ്പം അച്ഛനും അമ്മയൊക്കെ തറവാട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മൂന്നാൾ മാത്രമേ ഉള്ളായിരുന്നു. അപ്പം ആ ഒരു ഉറക്കക്ഷീണം ഈ ഒരു ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇതുണ്ടാവില്ലേ, ആ ഒരു കുത്തലങ്ങോട്ട് മാറുന്നില്ലായിരുന്നു. അപ്പം ഞാൻ കുറേ നേരം മഴയൊക്കെ നോക്കിയിരുന്നു. പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അവിടെ ഇങ്ങനെ കുറേ നേരം ഇരുന്നപ്പം ഞങ്ങൾക്കിങ്ങനെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചായ കുടിച്ചാൽ ഇതൊരു ഉന്മേഷം കിട്ടുമല്ലോ. അങ്ങനെ ഞാൻ മുടിയൊക്കെ കെട്ടി നമ്മൾ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കയറി കിച്ചണിൽ. അപ്പം നമ്മൾ കുറേ ആയിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എക്സാമൊക്കെ ആയപ്പം അങ്ങനെ കുറേ ലാഗ് അടിച്ചു. ഇപ്പം ഇന്നാണ് നമ്മൾ ഇനിയിപ്പം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു തുടക്കം പോലെ നമ്മൾ വിചാരിച്ചു ഈവനിങ് വ്ളോഗും മോർണിംഗ് വ്ളോഗും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു ഫുൾ വ്ളോഗൊന്നും ഞാൻ എടുത്തിട്ടില്ല. പക്ഷെ കട്ട് കുറേ ഷോർട്സും കുറേ ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ചായയൊക്കെ റെഡിയായി. എനിക്ക് ചായ കുടിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ ചായ കുടിക്കുന്ന വീഡിയോ ഞാൻ ടേബിൾ മേൽ വെച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അവരെല്ലാവരും നീറ്റ് ഓടും. അപ്പം ഞാൻ ചായ ഉണ്ടാക്കുന്നത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ചായക്ക് വെച്ചാൽ ഇന്ന് ചിക്കൻ കറിയായിരുന്നു. അപ്പം ചിക്കനും ദോശയും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, മിക്സർ ഉണ്ടായിരുന്നു. അങ്ങനെ ചില്ലറ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് ചായ കുടിച്ചു. അങ്ങനെ ചായയൊക്കെ റെഡിയായി. അപ്പം ഈ ഒരു കപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല കപ്പാണ്. ഒരാൾക്ക് കുടിക്കാൻ പറ്റിയ ചായയുടെ ആ ഒരു ഇതുള്ള ഒരു കപ്പാണ്. അങ്ങനെ എടുത്ത പാത്രമൊക്കെ അപ്പം തന്നെ കഴുകി വെച്ചു. പിന്നെ ചായ കുടിച്ച് കഴിഞ്ഞാൽ ഒരു മടി ഉണ്ടാവും കഴുകാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. നമ്മൾ ബിസ്ക്കറ്റൊക്കെ പാത്രത്തിലാക്കി. അങ്ങനെ ഞങ്ങളിനി ചായ കുടിച്ചിട്ട് വരാം. നമുക്കിനി പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവും. ഓക്കെ, അപ്പോഴാണ് നമുക്കിനി അന്നൊരു ദിവസം ഞാൻ വീടൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ശനിയാഴ്ച. അപ്പം നമുക്ക് ആ കുഞ്ഞ് ടെഡീനെയും അതുപോലെ തന്നെ ആ ഒരു ലവ് ചിഹ്നത്തിനും നമുക്ക് റാക്കിൻ്റെ മുകളിൽ നിന്ന് കിട്ടിയത്. ഒരു ദിവസം നമ്മൾ അടുത്ത് അങ്ങോട്ട് എറിഞ്ഞതാണ്. അന്ന് നന്നാക്കിയപ്പോൾ അവിടെ നിന്ന് കിട്ടിയപ്പം എനിക്കിങ്ങനെ എന്തോ ഒരു പാവം പോലെ തോന്നി. അപ്പം ഞാൻ അതിനൊക്കെ എടുത്ത് തിരുമ്പിയിട്ടു. അപ്പോൾ പഞ്ഞിയൊക്കെ പുറത്ത് വെച്ചിട്ടായിരുന്നു നമ്മൾ തിരുമ്പിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ എൻ്റെ ഈ വലിയതിന് ഞാൻ തിരുമ്പിയിട്ടു. അപ്പോൾ അതൊക്കെ തിരിച്ച് അതിൻ്റെ ഉള്ളിൽ കയറ്റി. പിന്നെ അവിടെയൊക്കെ അടിച്ചേരിയ പഞ്ഞീൻ്റെ ഒരു പൊടിയൊക്കെ വീണിട്ടെ. പിന്നെ അത് കഴിഞ്ഞ് ഡെയിലി ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ ഹെയറിൻ്റെ ചിക്കും കാര്യങ്ങളൊക്കെ തീർക്കും. ഇത് ഡെയിലി ചെയ്തില്ലെങ്കിൽ എന്തോ മാതിരിയാണ്, മുടി എന്തോ ഒട്ടുന്ന പോലെയൊക്കെ തോന്നും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.